ഞാൻ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 80% നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറാൻ സാധിക്കും. ഓക്കെ, ഈ കാര്യങ്ങൾ ഇത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും, പക്ഷേ ഇത് നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ട്രേഡിങ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഒരു ബേസിക് കാര്യത്തിൽ ഞാൻ തുടങ്ങാം. നമുക്ക് ഈ ഫോറക്സ് ട്രേഡിങ്ങിൽ നമുക്ക് ഒരു ആസ് എ ട്രേഡർ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ എപ്പോൾ ട്രേഡ് ചെയ്യും, എത്ര ട്രേഡ് ചെയ്യും, അതുപോലെ തന്നെ എത്ര പൈസ ലോസ് ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ ഇത് മാത്രമാണ്. എപ്പോൾ ട്രേഡ് ചെയ്യും, എത്ര ട്രേഡ് എടുക്കും, അതുപോലെ തന്നെ എത്ര രൂപ ലോസ് ഉണ്ടാക്കും. ഈ രണ്ട് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാവുള്ളൂ, അല്ലാതെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കും അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല. അതൊക്കെ എല്ലാം മാർക്കറ്റ് ഡിപ്പെൻഡഡ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ട്രേഡ് ചെയ്യാൻ തീരുമാനിക്കുമ്പം നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ഫിക്സ് ചെയ്യുക. ഓക്കെ, ഞാൻ ഏത് ടൈമിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്? ഞാൻ വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് ഒരു 6 മണി വരെ ട്രേഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു ടൈം ഫിക്സ് ആയോ? അത് ഫിക്സ് ആയി, കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, ഒരു കൺഫ്യൂഷൻ ഒഴിവായി. ഓക്കെ, ഇനി അടുത്തത് നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റൽ $100. ഈ $100 ഇന്ന് ഞാൻ ട്രേഡ് ചെയ്യാനിരിക്കുമ്പോൾ ഞാൻ $10 ഞാൻ നഷ്ടപ്പെടുത്തും. മാക്സിമം $10 ഞാൻ ലോസ് എടുക്കുള്ളൂ. ഓക്കെ, ഫിക്സ് ആയേ? അപ്പോൾ രണ്ട് കാര്യം നമുക്ക് കൺഫേം ആയി. ഒന്ന്, നമ്മൾ ട്രേഡ് എടുക്കുന്ന ടൈമിങ് കൺഫേം ആയി. അത് പിന്നെ മാറ്റാൻ പാടില്ല. ടൈമിങ് കൺഫേം ആയി. അതുപോലെ തന്നെ എത്ര ഡോളർ നമ്മൾ അല്ലെങ്കിൽ എത്ര രൂപ നമ്മൾ ഇന്ന് നഷ്ടപ്പെടുത്തും അതും കൺഫേം ആയി. നമ്മൾ $100 ഉണ്ടെങ്കിൽ $10 ഞാൻ നഷ്ടപ്പെടുത്തും മാക്സിമം. അത് അലൗഡ് ആണെന്ന് വെക്കുക. ഓക്കെ, അപ്പം നമ്മൾ ട്രേഡിങ് തുടങ്ങി. നമ്മുടെ സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്തു, നമ്മൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ട്രേഡ് എടുത്തപ്പം ആ ട്രേഡ് ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് $8 ആയി, $5 അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് $8 വരെ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, മേലേക്ക് പോകും വേണമെങ്കിൽ ഹോപ്പ് എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, അതൊരു നല്ല മെത്തേഡല്ല. ഒക്കെ പിന്നെ പറയാം. ഞാൻ ജസ്റ്റ് ഈ ഒരു പോയിന്റ് ഞാൻ സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, നമ്മുടെ ലോസ് $10 ആയി. എന്ത് ചെയ്യും? നമ്മളന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ $10 ലോസ് എടുക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മാക്സിമം 10, അതിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ട്രേഡ് കട്ട് ചെയ്യുക. $10 ലോസിൽ അത് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ട്രേഡ് 11ലേക്ക് പോയാലോ, 11, 12ലേക്ക് പോയിട്ട് പിന്നെ അത് ഒരിക്കലും കയറി വന്നില്ലെങ്കിലോ, അപ്പോൾ നമ്മൾ $10 നഷ്ടം എടുക്കുമെന്ന് പറഞ്ഞത് അത് 12ലേക്ക് പോയി, അല്ലെങ്കിൽ 15ലേക്ക് പോയി. പിന്നെ മൊത്തത്തിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യം നടന്നു കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രെസ്സാവും, പ്രഷറാവും, നമ്മൾ റിവെഞ്ച് എടുക്കും. അപ്പോൾ അതിനേക്കാളും നമ്മൾ ഫിക്സ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇത്രയാണ് ലോസ് ചെയ്യുന്നത്, ഇത്രയാണ് ഞാൻ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നത്, അത്ര ചിലവാക്കി കഴിയുമ്പോൾ ഞാൻ പോകും. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അത് കൺഫേം ആയി. അപ്പോൾ അതാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ട്രേഡിങ്ങിൻ്റെ 50% അല്ലെങ്കിൽ 60-70% സക്സസ്ഫുൾ ആയിരിക്കും. ഒരു മാറ്റമില്ല. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ഥിരം ചെയ്യാൻ പറ്റും. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ടൈമിംഗ് ഫിക്സ് ആയിരിക്കുക. ഏത് ടൈമിലാണോ ട്രേഡ് ചെയ്യുക ആ ടൈം അത് മാത്രം. നിങ്ങളിപ്പം ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 3 മണി വരെ ട്രേഡ് ചെയ്യാൻ തീരുമാനിക്കുന്നെങ്കിൽ ആ ടൈം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾ $10 നിങ്ങൾ നഷ്ടപ്പെടുത്താൻ വെച്ചിരിക്കുന്നത് $10 ലോസ് ആകുമ്പോൾ കട്ട് ചെയ്തിട്ട് പോവുക. എന്താന്ന് പറഞ്ഞാൽ സാധനം കട്ട് ചെയ്തിട്ട് പോവുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 60-70% തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ട്രേഡിങ്ങിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. അടുത്ത് സെക്കൻഡ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് മാർക്കറ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താണ് അതിനകത്ത് കാണുന്നത്? ഒരു ഫോറക്സ് ട്രേഡിംഗ് മാർക്കറ്റിൽ നമ്മൾ ചാർട്ടിൽ കാണുന്നതെല്ലാം പാസ്റ്റ് ഡേറ്റാസ് ആണ്. ഓക്കെ, അതിപ്പോൾ നിങ്ങളിപ്പം ഒരു 1 മിനിറ്റ് ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഇപ്പോൾ കറൻറ്റ്ലി കാണുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഡീല് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ഡീല് കഴിയുമ്പോഴാണ് അത് ചാർട്ടിലേക്ക് മാർക്ക് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക്
നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ കറൻസി പെയറിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു റേഞ്ചിൽ നിൽക്കാനായിരിക്കും ഉദ്ദേശിക്കുക. ഒരു റേഞ്ച് ആയിരിക്കും അതിന് ഏറ്റവും കൂടുതൽ താല്പര്യം. കാരണം എന്തോ ഈ ഫോറക്സ് മാർക്കറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ബാങ്ക്സ്, വലിയ വലിയ കമ്പനികളുടെ ഓരോരോ രാജ്യങ്ങൾ, ഇതാണ് ഇവർ തമ്മിലുള്ള വിനിമയമാണ് ഈ ഫോറക്സ് ട്രേഡിങ്ങിൽ നടക്കുന്നത്. അപ്പം ഇത് നല്ലൊരു ബിസിനസ് നടക്കണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോഴും ഒരു കറൻസിയുടെ പ്രൈസ് ഒരു റേഞ്ചിൽ നിന്നാലേ നല്ല രീതിയിൽ ബിസിനസ് നടക്കുള്ളൂ, ട്രാൻസാക്ഷൻസ് നടക്കുള്ളൂ. സോ അതുകൊണ്ട് തന്നെ കറൻസി പേഴ്സ് എപ്പോഴും ഏതെങ്കിലും ഒരു റേഞ്ച് കണ്ടെത്താനായിരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുക. സോ ആ റേഞ്ച് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ റേഞ്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രേഡിംഗ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം. ഓക്കെ, ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു റേഞ്ച് മനസ്സിലാക്കുക, ഏത് പ്രൈസ് റേഞ്ചിലാണ് പ്രൈസ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. ആ റേഞ്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് സെല്ലോ ബയോ എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് വരാം. ഈ രണ്ട് ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഒന്ന്, നമ്മൾ ചെയ്യുന്ന നമുക്ക് കൺട്രോളുള്ള കാര്യം, വാട്ട് യു ക്യാൻ കൺട്രോൾ. ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സമയവും നമ്മൾ എടുക്കുന്ന സമയവും അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്താൻ താല്പര്യപ്പെടുന്ന പൈസയും, അത് ഒന്ന്. രണ്ടാമത്തെ ബേസിക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറൻസി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് ആയിരിക്കും. നമ്മൾ ഇപ്പോൾ കറൻറ്റ്ലി ഉള്ള റേഞ്ച് മനസ്സിലാക്കുക. ആ റേഞ്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് സെല്ലോ ബയോ ആ റേഞ്ചിനുള്ളിൽ കളിക്കുക. ഇത് രണ്ട് ബേസിക് കാര്യങ്ങളാണ്. ഈ രണ്ട് ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ബേസിക് ഫിക്സ് ആയിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ആ ദിവസത്തിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആ റേഞ്ച് കണ്ടെത്തുക. ആ റേഞ്ച് കണ്ടെത്തി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു പെയർ മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, അല്ല നിങ്ങളൊരു 10 പെയറോ 20 പെയറോ എടുത്തിട്ട് എല്ലാം മോണിറ്റർ ചെയ്തിട്ട് എല്ലാം കൂടെ ട്രേഡ് ചെയ്ത് അത് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് ആവശ്യത്തിന് പൈസ ഉണ്ടാക്കാൻ ഏതെങ്കിലും ഒരു പെയർ മതി. ആ പെയർ കൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഒരു പ്രശ്നമില്ലാതെ ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഒരു പെയർ മതി. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പെയർ എടുക്കുക. എല്ലാം സെയിം ആണ്, ഏതെങ്കിലും ഒരു പെയർ എടുക്കുക. ഓക്കെ, നിങ്ങളുടെ ബ്രോക്കറിൽ നല്ല സ്പ്രെഡ് നല്ല റേറ്റിൽ കിട്ടുന്ന ഒരു പെയർ എടുക്കുക. ആ പെയർ മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് യൂഷ്വലി JPY ആണ്. ഓക്കെ, ഈ പെയറിൽ ഞാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2 months ആയിട്ട് പ്രൈസ് ചെറിയൊരു റേഞ്ചിലാണ്. നോക്കുക, ഈ ചെറിയൊരു റേഞ്ചിലാണ് പ്രൈസ് നിൽക്കുന്നത്. കുറച്ച് ഒരു 6 hour അല്ലെങ്കിൽ 4 hour ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഓഗസ്റ്റ് തൊട്ട് ഈ സമയം വരെ പ്രൈസ് 147, 148 എന്ന് പറഞ്ഞ ഒരു ട്രേഡിംഗ് റേഞ്ചിനുള്ളിലാണ് നിൽക്കുന്നത്. പല പ്രാവശ്യം അത് പുറത്തേക്ക് പോയി, പക്ഷേ അത് വീണ്ടും ആ റേഞ്ചിനുള്ളിൽ തിരിച്ചു വന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷനാണ്. ഓക്കെ, അപ്പം ലാസ്റ്റ് 2 months ആയിട്ടുള്ള പ്രൈസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 147, 148 അതിനുള്ളിലാണ് മാക്സിമം ബിസിനസ് നടക്കുന്നത്. ഓക്കെ, അത് നമുക്ക് കിട്ടി. പക്ഷേ അത് നമുക്ക് ആ ഒരു റേഞ്ച് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഇപ്പം സംഭവിക്കുന്നത് പറഞ്ഞാൽ പ്രൈസ് ആ റേഞ്ചിന് മേളിലാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പം നടക്കുന്ന കാര്യത്തിലേക്ക് വരാം. വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? പ്രൈസ് ഇപ്പം നടക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പാസ്റ്റ് ഡേറ്റ, അതായത് ഇന്നലത്തെ മിനിങ്ങാനത്തെ ഒരു 5 days മുമ്പോ ഒരാഴ്ച മുമ്പോ ഉള്ള ഒരു ഡേറ്റ വരെ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് 2 മാസം മുമ്പ്, ഈ ആഴ്ചയിലെ ഫസ്റ്റ് ഡേ ട്രേഡിങ്ങിൽ ഇത് പ്രൈസ് റേഞ്ച് ബ്രേക്ക് ചെയ്ത് മേളിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു വീക്ക്ലി ഹൈ ക്രിയേറ്റ് ചെയ്തു. ഹൈ ഫോർ വീക്ക് അത് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ട്രേഡിംഗ് റേഞ്ച് ഉള്ളിലേക്ക് വന്നു. വീണ്ടും വന്നിട്ട് ഒരു ചെറിയൊരു റേഞ്ച് ഡേ ഉണ്ടാക്കിയിട്ട് ഇന്ന് ഒരു വീക്ക്ലി ലോയും അത് ഇന്നലെ രാത്രി ക്രിയേറ്റ് ചെയ്തു. വീക്ക്ലി ലോ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇന്നത്തെ രാവിലെ ട്രേഡിംഗ് ഇപ്പോൾ ആ ലോ ഇന്നലത്തെ യെസ്റ്റർഡേയ്സ് ലോയും തന്നെയാണ് കറണ്ട് വീക്ക് ലോയും സെയിമാണ്. അത് ആസ് പെർ നൗ. ഓക്കെ, ഇതുവരെ അങ്ങനെയാണ് നാം കാണുന്നത്. ഇന്നത് പ്രൈസ് എന്താ ചെയ്തത്? പ്രൈസ് മുകളിലേക്ക് പോയി 148 മുകളിലേക്ക് പോയിട്ട് ഇത് ഇന്നത്തെ വീക്കിൻ്റെ ഹൈയിലെത്തി. ഈ വീക്ക് കറണ്ട് വീക്കിൻ്റെ ഹൈയിലെത്തി പ്രൈസ് നിൽക്കുകയാണ്.
ഓക്കെ, ഇതിപ്പം നമുക്ക് 2 മാസത്തെ റേഞ്ചിന് മേളിലും പോയി പ്രൈസ്, അതുപോലെ തന്നെ ഇന്നലത്തെ പ്രൈസിൻ്റെ മേളിലും പോയി, അതുപോലെ തന്നെ കറണ്ട് വീക്കിൻ്റെ ഹൈയിലെത്തി നിൽക്കുകയാണ് പ്രൈസ്. നമുക്കൊരു 15 മിനിറ്റ്സിലേക്ക് പോകാം. 15 മിനിറ്റ്സിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തുവാ, സെയിം ഡേറ്റ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡിങ് നോക്കി നമുക്കൊരു സമയം ഒരു 10 മണി ഇവിടുത്തെ UAE ടൈം 10 ഒക്കെ ആയപ്പോഴത്തേക്കും ലണ്ടൻ സെഷൻ ഓപ്പൺ ആയിട്ട് ലണ്ടൻ സെഷൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. ആ സമയത്താണ് പ്രൈസ് അത് ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് വിത്ത് വോളിയം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, വിത്ത് വോളിയം. ഇത് 10 മണിയായപ്പം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 10 മണി എന്ന് പറയുമ്പോൾ ലണ്ടൻ സെഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ആ ലണ്ടൻ സെഷൻ്റെ സമയത്താണ് പ്രൈസ് വിത്ത് വോളിയം അത് യെസ്റ്റർഡേസ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട്, അതുപോലെ തന്നെ 148 എന്ന് പറയുന്ന ഒരു വലിയ ലെവലും ബ്രേക്ക് ചെയ്തു. ആ വലിയ ലെവൽ അത് ലാസ്റ്റ് 2 months ആയിട്ട് ഉള്ള റേഞ്ചിൻ്റെ അപ്പർ ലിമിറ്റാണ് 148 എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്, ഇതിൻ്റെ ചാർജർ ഒന്ന് പൊട്ടിക്കോട്ടെ. ഓക്കെ, അതും ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ നമുക്ക് 12 മണിയായപ്പം നല്ലൊരു ക്യാൻഡിലും പിന്നെ അത് ബ്രേക്ക് ഔട്ട് സംഭവിച്ചു. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് എന്തും പറയാൻ ട്രേഡ് എടുക്കാൻ പോകുന്നത് ഇവിടുന്ന് നോക്കുമ്പോൾ 2 മണിക്കൂറായിട്ട് പ്രൈസ് ഇവിടെ നിൽക്കുന്നുണ്ട്. പ്രൈസ് അവിടെ 2 മണിക്കൂറായിട്ട് പ്രൈസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കുവാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും നമ്മളുടെ ലോജിക് ബിഹൈൻഡ് ദ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈസ് ഇപ്പം വേണമെങ്കിൽ മേളിലേക്ക് പോയിട്ട് ഈ കറണ്ട് വീക്ക് ഹൈ, ഈ ആഴ്ചത്തെ വീക്ക്ലി ഹൈ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും പോകാം എന്നുള്ള ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കണം? ജസ്റ്റ് 147.90 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. എന്തുകൊണ്ടാണ് നമ്മളവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്? അതായത് ഈ പ്രൈസ് ഈ റേഞ്ചിനുള്ളിലേക്ക് 148ൻ്റെ റേഞ്ചിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു ലോജിക്കും ഇല്ല. കാരണം എന്തുവാ, ആ പ്രൈസ് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അത് പ്രൈസ് വീണ്ടും ഉള്ളിലേക്ക് 148-147 ഉള്ളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ട്രേഡ് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് ആ ട്രേഡ് നമുക്ക് ക്ലോസ് ചെയ്യണം. അതായത് ഈ പ്രൈസ് ഇവിടുന്ന് താഴേക്ക് വന്നിരുന്ന് നമുക്ക് ക്ലോസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്താൽ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു പ്രോഫിറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഈ കറണ്ട് വീക്ക് ഹൈയിൽ നമുക്കത് പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ വിചാരിക്കുക, നമ്മൾ 2 മണിയായപ്പോഴാണ് നമ്മൾ വന്നത്. 2 മണിയായപ്പോഴും UAE സമയം 2 മണിയായപ്പോഴാണ് നമ്മൾ ട്രേഡിങ് തുടങ്ങിയത്. 2 മണി എവിടെയാണ്? 2 മണിയുടെ ക്യാൻഡിലാണിത്. ഓക്കെ, 2 മണിയുടെ ക്യാൻഡിലാണ് ഈ ഗ്രീൻ ബിഗ് ക്യാൻഡിൽ. ഓക്കെ, നമ്മൾ ഈ സമയത്താണ് നമ്മൾ ട്രേഡിങ്ങിന് വന്നത്. നമ്മൾ വരുമ്പോൾ പ്രൈസ് ഈ കറണ്ട് വീക്ക് ഹൈയിൽ നിന്ന് പ്രൈസ് ഇവിടുന്ന് റിജക്റ്റ് ചെയ്തു കേട്ടോ. പക്ഷേ ഒരു മേജർ ലെവലിൽ നിന്ന് ഇതും ചെയ്യുന്നുണ്ട്, ഇത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ ലോ ടൈം ഫ്രെയിമിലേക്ക് പോകാം. നമുക്കൊരു 1 minute ടൈം ഫ്രെയിമിൽ വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. ഏത് ടൈം ഫ്രെയിമിൽ നമ്മൾ ട്രേഡ് എടുക്കാം, അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. 12 മണിയായപ്പോഴാണ് നമ്മൾ 2 മണിയായപ്പോഴാണ് നമ്മൾ ട്രേഡിങ്ങിന് വന്നത്. ഓക്കെ, 2 മണിയായപ്പോൾ നമ്മൾ ട്രേഡിങ്ങിന് വന്നു. നമ്മൾ മാർക്കറ്റ് വാച്ച് ചെയ്യാണ്. നമ്മുടെ കയ്യിൽ ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ ഇൻഫർമേഷൻസ് എല്ലാം ഉണ്ട്. ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്.
ഇതിൻ്റെ കറണ്ട് വീക്ക് ഹൈയിലാണ് പ്രൈസ് നിൽക്കുന്നത്. അവിടുന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്തിരുന്നു, ഇവിടുന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്തിരുന്നു. അതുവരെയാണ് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ. റിജക്റ്റ് ചെയ്ത ക്യാൻഡിലാണ് ഈ ലാസ്റ്റ് 1 മണിയുടെ ലാസ്റ്റ് 15 ക്യാൻഡിൽ. അവിടെ വരെയാണ് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ. ആ ഡേറ്റ വെച്ചിട്ട് വേണം നമ്മൾ ഈ നെക്സ്റ്റ് അവർ എന്ത് ചെയ്യാമെന്നുള്ളത് നോക്കാനായിട്ട്. നമ്മൾ ഓക്കെ, നെക്സ്റ്റ് അവർ എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. 5 മിനിറ്റിലേക്ക് വന്നു കഴിയുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഗ്രീൻ അപ്പർ ക്യാൻഡിൽ 1 മിനിറ്റിലേക്ക് തന്നെ പോകാം. ഇവിടെ നമുക്ക് കാണുന്നത് നമ്മൾ പ്രൈസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പ്രൈസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് വീണ്ടും ഹൈയിലെത്തി, ഇപ്പോൾ പ്രൈസ് അവിടെ നിന്ന് റിജക്ഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. ഈ ട്രേഡ് നമുക്ക് ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കും ഇവിടുന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്തപ്പം ഈ റെഡ് ക്യാൻഡലിൽ ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ പാടില്ലായിരുന്നു വിചാരിക്കും. പക്ഷെ അതെടുക്കാൻ പാടില്ലാത്തതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ ഉണ്ടല്ലോ ഈ ലാസ്റ്റ് അവർ ക്യാൻഡിൽ ഹൈ ഇത് പ്രൈസ് ബ്രേക്ക് ടെസ്റ്റ് ചെയ്തു ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള പ്രൈസ് ലെഗ് എന്ന് പറയുന്നത് ഈ രണ്ട് ഗ്രീൻ ക്യാൻഡിലാണ്. ആ രണ്ട് ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഒരു ഗ്രീൻ ക്യാൻഡിൽ അത് പകുതി പ്രൈസ് മാത്രമേ അത് ഇതാക്കിയിട്ടുള്ളൂ, എന്താ പറയുന്നത്, അതിന് റിജക്റ്റ് ആക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഈ ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടുന്ന് ഈ ഹൈ ബ്രേക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള പ്രൈസ് ലെവൽ ഇപ്പോഴും വാലിഡാണ്. അതായത് ഇവിടുന്നാണ് ആ പ്രൈസ് അത് ബ്രേക്ക് ചെയ്തത്. ഈ റെഡ് ക്യാൻഡിൽ വന്നിട്ട് അതിന് മേളിലാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ നിന്നാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത്. ആ പ്രൈസ് ഇപ്പോഴും വാലിഡാണ്, അത് ഇൻവാലിഡ് ആയിട്ടില്ല. ഒരുപക്ഷെ ഈ പ്രൈസ് ഈ റെഡ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ, ഈ റെഡ് ക്യാൻഡിലിന് താഴെയാണ് ഇത് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ട്രേഡ് എടുക്കാമായിരുന്നു. ഇത് വീണ്ടും ഈ ലോ ഒന്ന് ടച്ച് ചെയ്താക്കാം, അല്ലെങ്കിൽ ഇവിടെ വരെയെങ്കിലും ഒരു 5-6 പിപ്പെങ്കിലും കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് അത് ട്രേഡ് എടുക്കാമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചാൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇവിടെ കൊണ്ടുവന്നേ. വീണ്ടും അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് നമുക്ക് എന്താ കാണുന്നത്? നമുക്ക് കാണുന്നത് ഈ ക്യാൻഡിൽ വീണ്ടും ആ ഹൈ അത് നോക്കി ഉണ്ടോ, സെയിം സ്ട്രക്ചറാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വീണ്ടും ഈ ഹൈ ഈ രണ്ട് ക്യാൻഡിൽ കൊണ്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ അടുത്ത ക്യാൻഡിൽ റെഡ് ആയതുകൊണ്ട് ഇത് ആൾക്കാർ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്ന് ഞാൻ ട്രേഡ് എടുക്കാമെന്ന്. എന്തുകൊണ്ട് ഈ സന്ദർഭത്തിൽ എടുക്കാൻ പാടില്ല? കാരണം ഈ ഹൈനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത രണ്ട് ക്യാൻഡിലിൻ്റെ ആ ബേസ് ലെവൽ ഇപ്പോഴും വാലിഡാണ്. മനസ്സിലായോ? ഇവിടുന്ന് തന്നെ ഈ ഒരു റേഞ്ച് ഉണ്ടോ, ഈ ഒരു റേഞ്ച്, അതായത് ഈ റെഡ് ക്യാൻഡിലിന് ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഇതിനുള്ളിലുള്ള റേഞ്ച്, ഇതിനുള്ളിലുള്ള ഈ പ്രൈസ്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പ്രൈസ്. ഈ മൊമെൻറ്റത്തിൻ്റെ ഈ ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയ ഇതുണ്ട്. ഹൈ ബ്രേക്ക് ചെയ്ത മൊമെൻറ്റം സംഭവിച്ചിരിക്കുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രൈസ് റേഞ്ച് ബ്രേക്ക് ആവാത്തോളം കാലം നമുക്ക് ഇവിടെ സെല്ലെടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? ഈ പ്രൈസ് റേഞ്ച് ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്നൊക്കെ നമുക്ക് സെല്ലെടുക്കാൻ പറ്റും. അടുത്തതും സെയിം സ്ട്രക്ചറാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് ഉണ്ടായ ഒരു പ്രൈസ് പുഷാണ് നമുക്ക് ഇവിടം തൊട്ട് ഇങ്ങോട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം വീണ്ടും നമുക്ക് ഇവിടുന്ന് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് നോക്കി നമുക്ക് കാണാൻ സാധിക്കും. കറക്റ്റ് ഇവിടെ വന്നപ്പോൾ വീണ്ടും അത് റിജക്റ്റ് ചെയ്തു. പിന്നെ അത് ഹൈ ഉണ്ടാക്കിയില്ല. പിന്നെ പ്രൈസ് ഹൈ ഉണ്ടാക്കിയില്ല. നമുക്ക് ഇവിടുന്ന് അത് വീണ്ടും റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു. ഓക്കെ, റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഈ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ, നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുക്കാം, ഇവിടെ നിന്ന് സെല്ല് എടുക്കാം. മനസ്സിലായോ? ഇവിടെ നിന്ന് സെല്ല് എടുക്കുമ്പം അത് എവിടെ ക്ലോസ് ചെയ്യും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ പ്രൈസ് ലെവൽ ഈസ് ഇമ്പോർട്ടൻറ്റ്.
ഈ പ്രൈസ് ലെവൽ ഹൈ ആണ്. ഈ പ്രൈസ് ലെവലിൻ്റെ ഇത് ഇവിടുന്ന് പ്രൈസ് ലെവൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിച്ചിരിക്കുന്ന സ്ട്രക്ചറാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ പ്രൈസ് ലെവലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിച്ചിരിക്കുന്ന ലെവലാണ് ഈ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ, ഇവിടുന്ന് ഒരു സെല്ല് എടുക്കുമ്പം നമുക്ക് നമ്മുടെ ഇത് പ്രോഫിറ്റ് എടുക്കുന്ന ലെവൽ ഇവിടെ ആയിരിക്കണം. അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. കാരണം ഇവിടുന്ന് ഈ ഹൈ ക്രോസ്, ഈ പല പ്രാവശ്യം ഈ ഹൈ ബ്രേക്ക് ചെയ്യാൻ, യെസ്റ്റർഡേസ് ലാസ്റ്റ് വീക്ക് ഹൈ ആണ്, ലാസ്റ്റ് വീക്ക് ഹൈ ആയിരുന്നത് ഇപ്പോൾ അല്ല, ഈ കറണ്ട് വീക്ക് ഹൈ ആയിരുന്നത്. ഓക്കെ, ആ വീക്ക് ഹൈ ക്രോസ് ചെയ്യാൻ സഹായിച്ച പ്രൈസ് ലെവലുകളാണ് ഈ കാണുന്ന ലെവലുകൾ. അപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പം ഈ കറണ്ട് വീക്ക് ഹൈയിലാണ് പ്രൈസ് നിൽക്കുന്നത്. അവിടുന്ന് ഈ പ്രൈസ് ഇങ്ങോട്ട് വരും എന്നുള്ളത് നമ്മളിത് ചെയ്യുമ്പം നമ്മൾ ഇവിടുന്നുള്ള ഈ ബ്രേക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള ഈ പ്രൈസ് റേഞ്ച് നമ്മളത് മോണിറ്റർ ചെയ്തിരിക്കണം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സെല്ലെടുക്കാം. പക്ഷേ സെല്ലെടുക്കുമ്പം നമ്മുടെ വെറും നമുക്ക് കിട്ടാൻ പോകുന്നത് 4 പിപ്പായിരിക്കും മാക്സിമം. ഓക്കെ, 4 പിപ്പിൽ നമ്മൾ എയിം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ഈ കറണ്ട് റെഡ് ക്യാൻഡിൽ എങ്ങാനും അടുത്ത ക്യാൻഡിൽ മേളിലേക്ക് പോയി കറണ്ട് റെഡ് ക്യാൻഡിൽ ക്ലോസ് കഴിഞ്ഞ് അപ്പോൾ ക്ലോസ് ചെയ്താണ്, പിന്നെ വെച്ചുകൊണ്ടിരിക്കുക ചെയ്ത് ക്ലോസ്. ഓക്കെ, നമ്മൾ അവിടുന്ന് ട്രേഡ് എടുത്തില്ല. പ്രൈസ് ഇങ്ങനെ പോകുന്നു പ്രൈസ് ഇങ്ങനെ പോന്നിട്ട് ഇപ്പം ഈ ലെവലിലെത്തി. ഈ ലെവലിൽ നിന്ന് ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ അടുത്ത് ഇവിടെ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടി. നമ്മൾ വിചാരിക്കുകയാണ് ഓക്കെ ഗ്രീൻ ക്യാൻഡിൽ കിട്ടി, ഈ പ്രൈസൊക്കെ ഇത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്നൊരു ബൈ എടുത്തേക്കാം. ലോജിക്കാണ്, ഒരു കുഴപ്പമില്ല. നല്ല പെർഫെക്റ്റ് ട്രെൻഡാണ്. ലോജിക്ക് വെച്ച് നമ്മൾ ട്രേഡ് എടുത്തു. നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഇവിടെ ആയിരിക്കണം. നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ലോസ് സംഭവിച്ചു. കോമൺ, ഇറ്റ്സ് ഓക്കെ, ഒരു പ്രശ്നമില്ല. അത് നമ്മുടെ ലോജിക്ക് വെച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്ത് നമുക്ക് ലോസ് സംഭവിച്ചു. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുമ്പം സംഭവിക്കുന്നത് പ്രൈസ് ആ ഒരു റേഞ്ച്, ചെറിയൊരു റേഞ്ച്, അതായത് ഇവിടെ നിന്നുള്ള ഇമ്പോർട്ടൻസ് സ്ട്രക്ചറിൻ്റെ ചെറിയൊരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്നും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു ഏരിയയിൽ നിന്നും നമ്മുടെ ലോജിക്ക് അനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഈ ചെറിയ റേഞ്ചിനുള്ളിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഇവിടെ നിന്നും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. പ്രസന്റ് നോക്കുമ്പോൾ പ്രൈസ് കാണുന്നത് ഈ 148,400ൻ്റെ റേഞ്ചും ഹൈ, അതായത് കറണ്ട് വീക്ക് ഹൈയിൽ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. കറണ്ട് വീക്ക് ഹൈയിൽ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് മോണിറ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം നമുക്ക് സാധിക്കുന്നത്. കാരണം ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ട്, ഈ റേഞ്ച്, അതായത് ഇവിടെ നമുക്ക് ഈ റേഞ്ച് എല്ലാം ക്രോസ് ചെയ്യാൻ സാധിച്ച ഈ പ്രൈസ് റേഞ്ചും ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രൈസ് ആക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സെല്ല് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വല്ല നമുക്ക് കൊണ്ടുവരാം. നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ ഒരു സോണില്ല. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഇപ്പം നമുക്കൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ ജസ്റ്റ് വാച്ച് ആൻഡ് മോണിറ്റർ മാത്രമാണുള്ളത്. സോ ഇൻ കേസ് പ്രൈസ് ഇപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ പ്രൈസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും സെല്ലെടുക്കാം. ഈ പ്രൈസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പക്ഷേ ഇത് മുകളിലേക്കാണ് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടുന്ന് ബൈ എടുക്കാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞത് ഇത് ജസ്റ്റ് വീക്ക്ലി ഹൈ ആയതുകൊണ്ട് മാത്രമാണ് ഞാനത് ബൈ എടുക്കാത്തത് കേട്ടോ. ഇത് ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ ബൈ എടുക്കാത്തതിന് കാരണം ഇത് മാത്രമാണ്, വീക്ക്ലി ഹൈ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ഒരു ട്രേഡ് എടുക്കാത്തത്. ഓക്കെ, അപ്പോൾ ഈ പ്രൈസ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെളിക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും നോക്കട്ടെ.
ഈ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്ക് ഒരു 2 വീക്ക് മുമ്പുള്ള ഹൈ ആണിത്, മനസ്സിലായോ? ഇതൊരു വീക്കിലി ഹൈ ആണ് ഈ കാണുന്നത്. കറണ്ട് വീക്ക് ഹൈയുടെ മേളിൽ മാത്രമല്ല പ്രീവിയസ് 2 വീക്സ് മുമ്പുള്ള പ്രൈസിൻ്റെ ഹൈ ആണ് ഇപ്പോൾ പ്രൈസിൻ്റെ ഹൈയിലേക്കാണ് പ്രൈസ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് കറൻ്റ്ലി ബൈ ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. ഇപ്പം മേടിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ബൈ നല്ല ഓപ്ഷൻ അല്ല എൻ്റെ അഭിപ്രായത്തിൽ. ബൈ ഇപ്പോൾ നമുക്ക് എടുക്കണമെങ്കിൽ അത് പ്രൈസ് 148.50 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. അതുവരെ ബൈ എടുക്കാതിരിക്കണമാണ് നല്ലത്. $148,500 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബൈ എടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അത് ഒരു പ്രീവിയസ്ലി 2-3 ആഴ്ചയ്ക്ക് മുമ്പുള്ള ഹൈയും ക്രോസ് ചെയ്തിട്ടുണ്ടാവും. സോ നമുക്കപ്പോൾ അവിടെ ബൈ എടുക്കാം. അപ്പോൾ ഈ ബൈ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ലോജിക്കില്ല കേട്ടോ. നമുക്ക് എടുക്കാൻ പറ്റുന്ന ട്രേഡുകളല്ല. ജസ്റ്റ് വെയിറ്റ്